ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, നീ ഇങ്ങനെ പാടാൻ പറ്റുമോ? യാ ഇബ്ന റവാഹ, ഓ അബ്ദുല്ലാഹി ഇബ്ന റവാഹ, ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ മാത്രമല്ല, വഫി ഹറമില്ല, അല്ലാഹുവിന്റെ ഹറമിലുമാണ്. എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലി യാ ഉമർ, ഖല്ലി അൻഹു യാ ഉമർ, വിട്ടേക്ക് ഉമറേ, റവാഹ പാടട്ടെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ പാടട്ടെ. നല്ല പാട്ടാണത്. അപ്പോൾ മൗലിദിനെ പോലെ നല്ല പാട്ട് വേറെയുണ്ടോ? ഉനിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. എന്താണ് അതിന്റെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തു. അവിടുത്തെ കവിൾത്തടത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നിഹി ഹദാ മലീഹുൽ കൗനി ഹദാ അഹ്മദു. ജിബ്രീൽ അലൈഹിസ്സലാം അണിഞ്ഞൊരുങ്ങിയതിന്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇത് പ്രപഞ്ചത്തിന്റെ മുഴുവനും സൗന്ദര്യഭാവമാണ്, ഇത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത്ര മധുരതരമായ പാട്ട് വേറെ എവിടെയാണ്? ഇത്ര മധുരതരമായ ഗാനം വേറെ ഏതാണ്? ഇത്ര മനോഹരമായ ബൈത്തുകൾ വേറെ ഏതാണ്? അബ്ദുല്ലാഹി റവാഹ തങ്ങൾ പാടുകയാണ്, ഖല്ലൂബനിൽ കുഫാരി അൻ സബീലിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേറ്റത്തിന്റെ ഗാഥ പാടുകയാണ്.